ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കൈ പിടിച്ചിട്ട് ഹി സെറ്റ് ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. ആ പ്രോമിസ് ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഇസ് മിസ്അണ്ടർസ്റ്റുഡ് മീ. My silence is really misunderstood. Nobody knows what was happening with me. I don't know how much I had the patience. ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു. Because my strength was my voice. LKG തൊട്ട് MBBS ആണ് എൻ്റെ മോൻ 5th year. He has not contributed as a father anything. Okay, I didn't depend. That's fine. But he has to share, right? എൻ്റെ മോന് ജോണ്ടീസ് വന്നപ്പോഴും വിളിക്കുമ്പോഴും he'll say, oh, are you trying to track me down where? ഈ ജോണ്ടീസ് വന്ന കാര്യം ഒരു അച്ഛനറിയിച്ച എത്ര ഫീലിംഗ് വരണം? ഒരു 5-year-old. He's asking me, oh, you want to find out where I am? That's why you're tracking me and calling. സോഷ്യൽ മീഡിയ വരും മുൻപ് വരെയും ടെലിവിഷൻ എല്ലാ വീടുകളിലും സുലഭമാകുന്നവരെയും പത്രങ്ങളും മാസികകളും വഴിയാണ് സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും എല്ലാം ജനങ്ങൾ അറിഞ്ഞിരുന്നത്. അത്തരത്തിലെ 38 വർഷം മുൻപ് അച്ചടിച്ച് വന്ന ഒരു വാർത്താ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നടിയും നടൻ മുകേഷിന്റെ മുൻ ഭാര്യയുമായിട്ടുള്ള സരിതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു വാർത്ത. നടിയുടെ ആദ്യ വിവാഹമോചനം സംഭവിച്ചപ്പോൾ 1987 ഏപ്രിൽ 19, 25 ലക്കത്തിലെ ചിത്രഭൂമിയിലാണ് ആ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നത്. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലായിട്ട് 250-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സരിതയുടെ ആദ്യ വിവാഹം വെങ്കട സുബ്ബയുമായിട്ടായിരുന്നു. 1975 ആ ഒരു വിവാഹം. പക്ഷേ അധികം ആയുസ്സൊന്നും ആ ഒരു വിവാഹത്തിനുണ്ടായിരുന്നില്ല. ഇരുവരും 1 വർഷത്തിന് ശേഷം വേർപിരിഞ്ഞു. പക്ഷേ വിവാഹമോചനം നേടിയെടുക്കാനായി ഏറെക്കാലം സരിതയ്ക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. കാരണം നടിക്ക് വിവാഹമോചനം നൽകാൻ സുബ്ബയ്യ തയ്യാറായിരുന്നില്ല. സുപ്രീം കോടതി വരെ പോയി സുബ്ബയ്യ നിയമയുദ്ധവും നടത്തി. വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു വാർത്താക്കുറിപ്പില് സരിതയ്ക്ക് വിവാഹമോചനം എന്ന തലക്കെട്ടോട് അടിച്ചു വന്നതാണ്. അത് ഇങ്ങനെയാണ് വന്നത്: ഏറെക്കാലം നീണ്ടുനിന്ന ഒരു വിവാഹമോചന കേസ് ഒത്തുതീർപ്പിലൂടെ വേർപിരിയൽ കലാശിച്ചിരിക്കുന്നു. ഭർത്താവ് ഡി വെങ്കട സുബ്ബയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ച് സരിതയ്ക്ക് വിവാഹമോചനം അനുവദിക്കരുതെന്ന് വാദിച്ച് വെങ്കട സുബ്ബയും കോടതികൾ പലതും കയറി ഇറങ്ങി. സരിതയുടെ വിവാഹമോചന അഭിലാഷത്തിന് കടിഞ്ഞാണിടാൻ സുപ്രീം കോടതിയുടെ വരെ വിധി സുബ്ബയ്യ നേടിയിരുന്നു. അങ്ങനെ നിയമയുദ്ധം എങ്ങും എത്താതെ നേടു. ഒടുവിൽ സുബ്ബയ്യയുടെ മനസ്സു മാറി. തങ്ങൾക്കിനി ഒരുമിച്ച് ജീവിക്കാനാവില്ല എന്ന സംയുക്ത തീരുമാനത്തിൽ സരിതയും സുബ്ബയ്യയും എത്തി. വിവാഹമോചന അഭിലാഷം പ്രകടിപ്പിച്ച് ഇരുവരും ചേർന്ന് ഒരിക്കൽ കൂടി കോടതിയെ സമീപിച്ചു. ദമ്പതികളുടെ അപേക്ഷയിന്മേൽ വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് കോടതി തീർപ്പും കൽപ്പിച്ചിരുന്നു. സരിതയും സുബ്ബയും വേർപിരിഞ്ഞിരിക്കുന്നു. സിനിമാ ലോകത്തെ വ്യക്തികളുടെ ശിഥില ബന്ധങ്ങളുടെ ഏടിൽ എഴുതി ചേർക്കാൻ ഒരു കഥ കൂടി പൂർത്തിയായിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ ഒരു വാർത്ത. 10 വർഷത്തോളമാണ് സരിത വിവാഹമോചനത്തിന് വേണ്ടി കോടതി കയറി ഇറങ്ങിയത്. പിന്നീട് ഒരു ആശ്വാസം പോലെയാണ് മുകേഷ് സരിതയുടെ ജീവിതത്തിലേക്ക് വന്നത്. വിവാഹമോചനം ലഭിച്ച് തൊട്ടടുത്ത വർഷം തന്നെ മുകേഷും സരിതയും വിവാഹിതരായി. ഇരുവർക്കും പിന്നീട് ശ്രാവണെന്നും തേജസ് എന്നിങ്ങനെ 2 മക്കൾ പിറന്നു. ശ്രാവണും മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് പിൽക്കാലത്ത് സിനിമയിലും എത്തി. നായകനായി ചില സിനിമകളും ചെയ്തു. കൂടാതെ ഡോക്ടറുമാണ് താരപുത്രൻ. 2011 സരിതയും മുകേഷും വേർപിരിയുകയും മുകേഷിനോടൊപ്പം ഭാര്യയായിട്ട് കഴിഞ്ഞപ്പോൾ വളരെ മോശം അനുഭവമാണ് സരിതയ്ക്ക് ഉണ്ടായതെന്നും നടനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ സരിത തന്നെ പലപ്പോഴായിട്ട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വിവാഹമോചന ശേഷം മക്കൾക്കൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ് സരിത. മുകേഷ് പിന്നീട് നടിയും നർത്തകിയുമായിട്ടുള്ള മേതുൽ ദേവികയെ വിവാഹവും ചെയ്തു. ആ ബന്ധവും 2021 മുകേഷ് അവസാനിപ്പിച്ചു. സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത മദ്യപാനിയും പണത്തോട് ആർത്തിയുള്ള ആളാണ് മുകേഷ് എന്നായിരുന്നു വിവാഹമോചന സമയത്ത് മുകേഷിനെ കുറിച്ച് സരിത നടത്തിയ വെളിപ്പെടുത്തൽ. എന്നാൽ ആദ്യ ഭാര്യ സരിതയും 2ാം ഭാര്യ മേതുൽ ദേവികയും തന്നിൽ നിന്നും വിവാഹമോചനം നേടിയ ആ ഒരു തീരുമാനത്തെ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു മുകേഷ് പിന്നീട് പറഞ്ഞത്. വിവാഹത്തോടെ അഭിനയം നിർത്തിയ സരിത ഇപ്പോൾ വളരെ വിരളമായി മാത്രമേ സിനിമകളും ചെയ്യാറുള്ളൂ.